പ്രിയ പ്രേക്ഷകരെ, നമുക്കൊപ്പം ഒരു അതിഥി ചേരുന്നു. ഇന്നലെ നമുക്ക് ഏറ്റവും സന്തോഷം തന്ന വാർത്തകളിലെ പ്രധാന അതിഥി. ജീവിതത്തിൽ നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ കൈമുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും സാധ്യമാണ്. വീൽ ചെയറിൽ നിന്ന് ഫിനിഷ് പക്ഷിയെ പോലെ സിവിൽ സർവീസിലേക്ക് പാഞ്ഞു വന്ന നമ്മളുടെ സ്വന്തം ആതിര സുഗതൻ. ആതിര സുഗതനെ പറ്റിയാണ് ഇന്നലെ നമ്മൾ വാർത്ത ചെയ്യുന്ന സമയത്തും ഒരുപാട് കുട്ടികൾക്കൊക്കെ ആതിരയുടെ കഥ കേൾക്കുന്നത് വലിയ പ്രചോദനമായിരുന്നു. ഇന്ന് പത്രങ്ങളിലേക്ക് ആതിരയുടെ കഥ വരികയും ചെയ്തിട്ടുണ്ട്. 483 റാങ്കാണ് ആതിര നേടിയത്. പക്ഷേ ആതിര ഏതു സാഹചര്യത്തിലാണ് ഈ 483 റാങ്ക് നേടിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. നമുക്കിപ്പോൾ ഡോക്ടർ ആതിര സുഗതൻ തന്നെ ചേരുന്നുണ്ട്. ആതിര, വെരി ഗുഡ് മോർണിംഗ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു സർ. ആതിര, ഞാൻ ആതിരയെക്കുറിച്ച് ഇന്നിപ്പോൾ വായിക്കുകയായിരുന്നു. ആതിരയ്ക്ക് യഥാർത്ഥത്തിൽ ഇത് സിവിൽ സർവീസിലേക്കുള്ള ഒരു പുതിയ ജന്മം മാത്രമല്ല, ജീവിതത്തിലേക്കുള്ള ഒരു രണ്ടാമത്തെ വരവ് കൂടിയാണ് അല്ലേ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടാം ജന്മം. യെസ് സർ. യെസ് സർ. ഈ ഒരു ബൈക്ക് അപകടത്തിലാണ് പരിക്കു പറ്റുന്നത്. 2016 എന്താണിത് അപകടം നടക്കുന്നത് ആതിര? സർ 2016 അതെ സർ. ഞാൻ BDS ഞാൻ 3rd ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു റോഡ് ആക്സിഡൻറ്റ്, ബൈക്ക് ആക്സിഡൻറ്റ്. ഞാൻ ബൈക്കിൻ്റെ പിന്നിലായിരുന്നു. അപ്പോൾ ഹമ്പിൻ്റെ മുകളിൽ ബൈക്ക് സ്കിഡായിട്ട് ഞാൻ പിന്നിന്ന് തെറിച്ച് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ വീണപ്പോൾ എനിക്ക് ഹെഡ് ഇഞ്ചുറി പറ്റി, പിന്നെ എനിക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫ്രണ്ട്സ് ആയിരുന്നു. അവർ 2 ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഡെത്ത് കൺഫേം ആണ്, രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ BGSലേക്ക് വന്നപ്പോൾ അവരും പറഞ്ഞു ഓക്കെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാഷ്വാലിറ്റിയിൽ അവർ മാറ്റിവെച്ചു. അപ്പോൾ അവിടുന്ന് ഒരു ഫിംഗർ മൂവ്മെൻറ്റിനെ തുടർന്ന് അവർ പിന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് അവർ വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണ് പിന്നെ ഞാനിപ്പം ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇപ്പോൾ സിവിൽ സർവീസ് എഴുതിയിരിക്കുന്നത്. അന്നൊരു പക്ഷേ ആ ബമ്പിൽ തട്ടി ആ ബൈക്ക് മുകളിലോട്ട് പോയില്ലായിരുന്നെങ്കിൽ, താഴെ തെറിച്ച് വീണിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആലോചിക്കാനുള്ള സാധ്യത കുറവായിരുന്നു അല്ലേ ആതിര? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാനിപ്പം ഈ വീൽ ചെയറിലായതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ സിവിൽ സർവീസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് മുന്നേ ആണെങ്കിൽ എനിക്ക് ഞാൻ BDS കംപ്ലീറ്റ് ചെയ്തു. MDS എനിക്ക് യൂറോപ്യൻ കൺട്രീസിൽ ഫ്രാൻസിൽ പോയി ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പോകുമായിരുന്നു. ഇപ്പോൾ സിവിൽ സർവീസ് എന്നൊരു ഡ്രീം എനിക്ക് വന്നത് ഈ വീൽ ചെയറിലായപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ എന്തൊക്കെ ഇനി ചെയ്യാനുണ്ടെന്നുള്ളൊരു കറക്റ്റ് ഒരു വിഷൻ എനിക്ക് വന്നത് ഈ വീൽ ചെയറിലായതിന് ശേഷമാണ്.